രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ശ്രദ്ധയാകർഷിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വനങ്ങളുടെ നാടായ ജാർഖണ്ഡ് കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനമാണ്. കിഴക്ക് പശ്ചിമ ബംഗാൾ, പടിഞ്ഞാറ് ഛത്തീസ്ഗഡ്, വടക്കു പടിഞ്ഞാറ് ഉത്തർപ്രദേശ്, വടക്ക് ബീഹാർ, തെക്ക് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ജാർഖണ്ഡിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് ശക്തമായ വോട്ട് സ്വാധീനമുള്ളത് ആർക്കായിരിക്കാം? നോക്കാം എന്താണ് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെന്ന്. നോക്കാം ഏതൊക്കെ ഘടകങ്ങളാണ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന്. ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ബി.ജെ.പിക്കും കോൺഗ്രസിനും ഇതുവരെ മേൽക്കൈ നേടാനോ ശക്തമായ വേരോട്ടമുണ്ടാക്കാനോ സാധിക്കാതിരുന്ന സംസ്ഥാനം. അതെ, ഇവിടെ ദേശീയ പാർട്ടികൾക്കല്ല സ്വാധീനം, മറിച്ച് പ്രാദേശിക പാർട്ടികൾക്കാണ്. അതായത് JMM പോലുള്ള പാർട്ടികൾക്ക്. ഈ പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് കോൺഗ്രസും ബി.ജെ.പിയും രൂപവത്കരിക്കുന്ന സഖ്യ സർക്കാരുകളാണ് സംസ്ഥാനത്ത് ഭരണത്തിൽ എത്തുന്നത്. അതായത് ജാർഖണ്ഡിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം സഖ്യ സർക്കാരുകളുടേതാണ് എന്നർത്ഥം. എന്നാൽ ജാർഖണ്ഡിൽ തങ്ങളുടേതായ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കാനുള്ള കരുനീക്കങ്ങളാണ് ബി.ജെ.പി നടത്തുന്നത്. ഒപ്പം കോൺഗ്രസും തങ്ങൾക്ക് അനുയോജ്യമായ രാഷ്ട്രീയ അന്തരീക്ഷം ഒരുക്കാനുള്ള തത്രപ്പാടിലുമാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായ ജാർഖണ്ഡിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് പിന്നിലെ ചരിത്രം കണ്ടെത്തണമെങ്കിൽ ആദ്യം ജാർഖണ്ഡിലെ സംസ്കാരം പഠിക്കണം. ഗോത്ര സംസ്കാരം, ധാതു സമ്പത്ത്, സാമ്പത്തിക പാർശ്വവൽക്കരണത്തിന്റെ ചരിത്രം എന്നിങ്ങനെയുള്ള ഘടകങ്ങളാൽ ജന്മം കൊണ്ടതാണ് ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ മണ്ണ്. അതുകൂടാതെ ചില പോരാട്ടങ്ങൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി വികസനത്തിനും ആദിവാസി അവകാശങ്ങൾക്കുമിടയിലെ നിരന്തരമായ പോരാട്ടങ്ങളാണ് രാഷ്ട്രീയ അന്തരീക്ഷം രൂപീകരിക്കുന്നതിലെ മറ്റൊരു ഘടകം. എന്നാൽ സഖ്യ സർക്കാരുകൾ എല്ലാ കാലത്തും അസ്ഥിര ഭരണമാണ് കാഴ്ചവെച്ചത്. അതിന് കാരണം സഖ്യകക്ഷികൾക്കുണ്ടായിരുന്ന വ്യത്യസ്ത നിലപാടുകളുമാണ്. ഗോത്ര വിഭാഗത്തിലെയും മറ്റ് വിഭാഗത്തിലെയും നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ട ആശയപരമായ വേർതിരിവ് സംഘർഷത്തിലേക്കാണ് നയിച്ചത്. അത് സഖ്യകക്ഷികളിലും പ്രതിഫലിച്ചു. സഖ്യകക്ഷികൾ സർക്കാർ രൂപവത്കരിക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുരസി സർക്കാരിനെ തളർത്തി. രാഷ്ട്രീയ ചേരിതിരിവുകൾ സാധാരണമായി. കണ്ണടച്ചു തുറക്കും മുൻപേ കൂറുമാറുന്ന പ്രവണത സ്വാഭാവികമായി മാറി. കൂടുവിട്ട് കൂടുമാറുന്ന പാർട്ടി നേതാക്കൾ ജാർഖണ്ഡിൽ ഒരു പതിവ് കാഴ്ചയാണ്. ഇനി ജാർഖണ്ഡിന്റെ ജനസാന്ദ്രത നോക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ 26% പട്ടികവർഗക്കാരാണ്. അതിൽ സന്താൾ, ഓറോൺ, മുണ്ട, ഹോസ് എന്നിങ്ങനെയുള്ള ഗോത്ര സമൂഹത്തെയും കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഗോത്രവർഗക്കാരുടെ ഭൂമിയുടെ അവകാശം, അവരുടെ സംസ്കാരം സംരക്ഷിക്കൽ എന്നിവയ്ക്ക് രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. 2000-ൽ ഗോത്രവർഗത്തിൽപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രയത്നത്തിന്റെ ഫലമായാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഗോത്ര ജനതയുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ കൃത്യമായി അംഗീകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നുവരെ ജാർഖണ്ഡിൽ ഗോത്ര വോട്ടുകളുടെ പ്രാധാന്യം ഏറെ നിർണായകമാണ്. ഏറ്റവും വലിയ ശക്തിയായി ജാർഖണ്ഡിൽ വളർന്നു വന്നിരിക്കുന്നതും JMM പോലുള്ള പ്രാദേശിക പാർട്ടികളുമാണ്. അതിന് കാരണവും അവർ ഗോത്രവർഗങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രയത്നിക്കുന്നു എന്നതാണ്. ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ളതാണ് ജാർഖണ്ഡിന്റെ രാഷ്ട്രീയത്തിന്റെ കാമ്പ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങളും മണ്ണിന് വേണ്ടിയാണ് അരങ്ങേറുന്നത്. ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട്, സന്താൾ പർഗാനാസ് ടെനൻസി ആക്ട് എന്നിവയിലൂടെ ആദിവാസി ഭൂമികൾ ആദിവാസികളല്ലാത്തവർക്ക് കൈമാറുന്നതിൽ നിന്ന് സംരക്ഷിച്ചു പോരുന്നുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഈ നിയമങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്, അതും ആദിവാസികളുടെ ഭൂമി സംരക്ഷിക്കുന്നതിനായി. എന്നാൽ
വ്യവസായിക ആവശ്യങ്ങളും ഭൂമിയുടെ ആവശ്യവും കാരണം ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും ഉയർത്തിപ്പിടിക്കുന്നതിലും മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. സർക്കാരുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഭൂമി പാട്ടത്തിന് നൽകുന്നതിന് ഈ നിയമങ്ങൾ ഭേദഗതി വരുത്താൻ ശ്രമിച്ചു. എന്നാൽ ഇത് തങ്ങളെ പരമ്പരാഗത ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും എന്ന ഭീതി അവരിൽ ഉയർത്തി. ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ ഗോത്ര സമൂഹം പ്രതിഷേധമുയർത്തി. ഈ നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നത് ആദിവാസി സമൂഹങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ഘടനയെ ഇല്ലാതാക്കുമെന്ന് ആദിവാസി നേതാക്കളും പ്രവർത്തകരും വാദിച്ചു. കൽക്കരി, ഇരുമ്പ്, ബോക്സൈറ്റ് എന്നിവയുടെ വലിയ ശേഖരങ്ങളുള്ള ജാർഖണ്ഡ് ധാതു സമ്പന്നമാണെന്ന് പറയാം. എന്നിരുന്നാലും ഖനന പദ്ധതികൾ ഭൂമിയുടെ സ്ഥാനചലനത്തിനും പാരിസ്ഥിതിക തകർച്ചയ്ക്കും കാരണമാകുമെന്നതിനാൽ വ്യവസായവൽക്കരണവും അതുപോലെ ഗോത്ര സമൂഹം എതിർത്തിരുന്നു. എന്നാൽ തൊഴിലവസരങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം എന്നിവയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും തദ്ദേശവാസികൾക്കുള്ള ആനുകൂല്യങ്ങളിലും മതിയായ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുക മുതലായ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ആദിവാസി സമൂഹം പൊതുവെ വ്യവസായ വികസനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. 2000 ബീഹാറിൽ നിന്ന് വിഭജിക്കപ്പെട്ട് ജാർഖണ്ഡ് സംസ്ഥാനം രൂപവത്കരിച്ചപ്പോൾ BJP ആയിരുന്നു അധികാരത്തിലെത്തിയത്. BJPയുടെ ബാബുലാൽ മറണ്ടി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായി.